ഇവിടുത്തെ വഹാബി പുരോഹിതന് വല്ലാത്തൊരു വിഷമം. വഹാബികളെ പരിഭാഷ വിതരണം ചെയ്തപ്പോ സുന്നത്തിയമായത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞത്രേ അത് വാങ്ങരുത് എന്നല്ല, അയിമക്ക് നോക്കുക പോലും ചെയ്യരുത്. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മൗലവിന്റെ പരാതി ആദ്യം കേൾക്കുക. അതിലൊരു അനുഭവം നോക്കൂ. അതിലൊരു അനുഭവം ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. സൗജന്യമായി ഇവിടെ ഖുർആൻ വിതരണം ചെയ്യുന്നുണ്ട്, പരിഭാഷ വാങ്ങിപ്പോകരുത്. എന്തേ അവർക്ക് ഭയം? ഓലെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അള്ളങ്ങൾക്ക് വർക്കത്ത് ചെയ്യട്ടെ. ആരാച്ചാ ആ പറഞ്ഞ ആൾക്കാർക്ക് ഭയം. അതിലെന്തെങ്കിലും ആശയത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവർക്ക് ഗണ്ണിക്കാം, അല്ലെ? ഒന്നുമില്ല എന്നവർക്കറിയാം. ഒന്നുമില്ലാന്നോ നിങ്ങളെ പരിഭാഷയിലോ? നിങ്ങളുടെ പരിഭാഷയിൽ ഓരോ വർഷവും ഓരോ രീതിയിലുള്ള മതമാണ്. നിങ്ങളുടെ പരിഭാഷയിൽ ഓരോ കാലത്തും ഓരോ രീതിയിലുള്ള ഇസ്ലാമാണ്. അപ്പോ വഹാബികളുടെ പരിഭാഷ ഈ നാട്ടിൽ വിതരണം ചെയ്തപ്പോ നാട്ടിലെ ആളുകൾ പറഞ്ഞത്രേ വഹാബികളുടെ ഖുർആൻ പരിഭാഷ, ആ പരിഭാഷ വാങ്ങണ്ടെന്ന് പറഞ്ഞു എന്നാണ്. എന്തുകൊണ്ടാണ് അത് വാങ്ങണ്ടെന്ന് പറഞ്ഞത് എന്ന് മുസ്ലിമീങ്ങൾക്കറിയോ? ഒരു വഹാബി പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ ബുക്ക് സ്റ്റാളിൽ പോയി നിങ്ങൾ 2 പുസ്തകം വാങ്ങിയാൽ 2 കോലത്തിലെ പടച്ചോനെ ഞങ്ങൾക്ക് കിട്ടുക. വെറുതെ പറയല്ല. വഹാബികളുടെ എല്ലാ ഗ്രൂപ്പും ആദരണീയനായി കാണുന്ന അമാനി മൗലവി, ആ അമാനി മൗലവിയുടെ ഒരു ഖുർആൻ പരിഭാഷ ഉണ്ട്. അതിന്റെ കോപ്പി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ അമാനി മൗലവിന്റെ പരിഭാഷയിൽ എന്താണ് അമാനി മൗലവി പറയുന്നത്? അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു ആകാശത്തിരിക്കുകയാണെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കലാണ്, ഇസ്ലാം എന്ന് പുറത്തു പോണ കാര്യമാണ്. ഇനി അതേ മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച വേറൊരു പുസ്തകമുണ്ട്, വെളിയങ്കോട്ടമ്പർ മൗലവിന്റെ ബുക്ക്. അതും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ ബുക്കിലുള്ള പടച്ചോൻ എങ്ങനെയാ? ഉമർ മൗലവി പറയാണ് അള്ളാഹ് ആകാശത്ത് ഇരിക്കാൻ തന്നെ പറയണം, അങ്ങനെ പറയാത്തോൻ വിവരദോഷിയാണ്. മുജാഹിദുകളുടെ ഒരു ബുക്ക് സ്റ്റാളിൽ 2 കോലത്തിൽ അള്ളാനെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് അതങ്ങനെ. ഇനി ഒരു മൗലവി തന്നെ ഖുർആൻ പരിഭാഷ എഴുതിയിട്ട് അത് ഒരിക്കൽ പ്രസിദ്ധീകരിച്ച് രണ്ടാമത് പുനഃപ്രസിദ്ധീകരിച്ചാലോ എത്ര വട്ടം പുനഃപ്രസിദ്ധീകരിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാന്റെ എണ്ണം കൂടുകയാണ്. ഇവിടെ പ്രസംഗിച്ച ജിന്ന മുജാഹിദുകളുടെ നേതാവാണ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ. ആ പറപ്പൂരിന്റെ ഒരു ഖുർആൻ പരിഭാഷയുണ്ട്. ആ ഖുർആൻ പരിഭാഷക്ക് പറപ്പൂര് കൊടുക്കുന്ന ഒരർത്ഥമുണ്ട്. ഏതായത്തിന് ഡിക്ഷണറി നോക്കിയാൽ അതിന്റെ അർത്ഥം തണ്ടങ്കാല് വെളിവാക്കപ്പെടുന്ന സമയം എന്നാണ്, ദിവസം എന്നാണ്. എന്നാൽ അത് ആലങ്കാരികമായി പ്രയോഗമാണ്. ഞങ്ങളെ നിലമ്പൂരം ഭാഷയിൽ പറഞ്ഞ പേടിച്ചിട്ട് മടക്കുത്തി മണ്ടുക എന്ന് പറയും. ബേജാറുണ്ടാകുമ്പോൾ തുണി മടക്കുത്തിയിട്ട് ഓടുക. ഇത് പരലോകത്തെ ബേജാറിനെ ആലങ്കാരികമായി പ്രയോഗിച്ചതാണ് എന്ന് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ആദ്യം എഴുതിയ പരിഭാഷന്റെ കോപ്പിയാണ്. സഹോദരന്മാരെ, ആദ്യം ഖുർആൻ പരിഭാഷ എഴുതിയപ്പോൾ മൂപ്പര് പറഞ്ഞു അത് അള്ളാന്റെ തണ്ടങ്കാല് എന്നൊന്നും പറഞ്ഞൂടാ. അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. തണ്ടങ്കാല് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത് പരലോകത്തെ പേടിനെ പരിചയപ്പെടുത്തുകയാണ് എന്ന്. അതേ പുരോഹിതൻ അതേ ഖുർആൻ പരിഭാഷ രണ്ടാമത് ഇറക്കിയപ്പോൾ പടച്ചോ മാറുകയാണ്. നിഷേധിക്കാൻ കഴിയോ വഹാബികളെ? നിങ്ങൾക്ക് തലയെന്നല്ല, എന്നിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു തരാൻ വരുന്നത് അല്ലേ? നിങ്ങളുടെ ഒരേ പുരോഹിതൻ, നിങ്ങളുടെ പണ്ഡിത സഭയുടെ സെക്രട്ടറി 2 കാലത്ത് എഴുതിയ ഖുർആൻ പരിഭാഷയിൽ 2 പടച്ചോനാണ്. ഇനി അള്ളാഹു ആ ഖുർആൻ പരിഭാഷ 3ാമത് പുനഃപ്രസിദ്ധീകരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാതെക്കട്ടെ, പടച്ചോൻ ഒന്നും കൂടി ഉണ്ടാവും. ഇത് നോണയാണോ? ഞങ്ങളെ ബാലുവിന്റെ വർത്താനല്ല, ആധികാരികമായി നട്ടലോടെ പറയുന്ന സംഗതി പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ സഹോദരങ്ങളെ, ഇതുകൊണ്ടൊക്കെയാണ് വഹാബികളെ ഖുർആൻ പരിഭാഷ വാങ്ങരുത് എന്ന് പറഞ്ഞത്. വഹാബികളുടെ ഖുർആൻ പരിഭാഷയിൽ അവരെഴുതി വെക്കുന്ന തോന്നിവാസങ്ങള് അള്ളാന്റെ കലാമല്ല. ഇനി വഹാബികളുടെ 100 കൊല്ലത്തെ പ്രസിദ്ധീകരണങ്ങൾ എടുത്തു നോക്കിയാൽ ചുരുങ്ങിയത് 100 പടച്ചോനെ ഞാൻ കാണിച്ചു തരും. നിഷേധിക്കാൻ പറ്റുമോ വഹാബികളെ? അയിമങ്ങൾ തൊട്ടാണ്ടല്ലോ നിങ്ങളെ കൈ പൊള്ളും. ഫൈസൽ മൗലവി പറഞ്ഞ മൗലവി ഒരിക്കൽ എന്റെ പേരും ഞാൻ പറഞ്ഞ ഈ ക്ലിപ്പുമെല്ലാം തൊട്ടിട്ടുള്ളൂ. പിന്നെ അയാൾ ഈ ദിവസം വരെ എന്റെ പേര് മുണ്ടിയിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ കാണിച്ചു തരുമോ? അത് ഇഞ്ചെന്തേലും വലുപ്പത്തരല്ല, നിങ്ങളെ വിവരക്കേട് അത്ര വലുതായത് കൊണ്ടാണ്. അപ്പൊ സഹോദരന്മാരെ, എന്നിട്ട് മൗലവി പറയണ അരിയും തിന്ന ആശാരിച്ചിനെയും കടിച്ചിട്ട് വീണ്ടും മുന്നോട്ട് കയറുന്നില്ലേ? ഇവിടെ ഈ കോലത്തിൽ ഒരു അള്ളെന്നെ വഹാബിയാക്കില്ല. എന്നിട്ട് വഹാബി പുരോഹിതം ഇവിടെ വന്നിട്ട് പറയണേ ഇത്ര ആയത്തുണ്ട് ഖുർആനില്, ഇതുവരെ ഇവിടെ
നിങ്ങൾക്ക് അള്ളാനെ മനസ്സിലാക്കണോ? എങ്ങനെയുണ്ട്? നമുക്കറിയില്ലേ എത്ര ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്? ഞങ്ങൾക്കറിയാം. ആ ഖുർആനിലെ ആയത്തിൽ അള്ളാനെ എങ്ങനെയാ പരിചയപ്പെടുത്തിയെന്നും അറിയാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ മനുഷ്യർക്ക് വഴികാട്ടാൻ വേണ്ടി എത്ര ആയത്തുകൾ തൗഹീദുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ നിങ്ങളെ കയ്യിൽ അത് കിട്ടിയ കുരങ്ങന്റെ കയ്യിൽ മാലട്ടിയ മാതിരിയാ. മാല നന്നായിട്ട് കാര്യമുണ്ടോ? കിട്ടിയത് കുരങ്ങന്റെ കയ്യിലല്ലേ. അതുകൊണ്ടല്ലേ നിങ്ങളെ പരിഭാഷയിൽ ഇങ്ങനെ 100 കോലത്തിൽ ദൈവം ഉണ്ടായത്. 1/3 ഭാഗവും പരലോക വിശ്വാസവുമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ആയത്തുകളാണ്. ഈ സമൂഹം അറിഞ്ഞോ? ഞങ്ങൾ നന്നായി അറിഞ്ഞിക്കണേ. ഞങ്ങൾ നന്നായി അറിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 4 സുന്നി സഭകളുണ്ട്. അവർക്ക് വ്യത്യസ്തങ്ങളായ മതകലാലയങ്ങളുണ്ട്. ഈ സദസ്സിൽ വ്യത്യസ്ത പ്രായക്കാരും ദേശക്കാരുമായ ആളുകളുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഒരേ സ്വരത്തിൽ പറയാനുള്ള ദൈവവിശ്വാസമുണ്ട്. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഇങ്ങനെ ഏകനായ അള്ളാഹുവിനെ ഏക രീതിയിൽ പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഞങ്ങളെ ഗുരുപരമ്പരകളിലൂടെ മാതൃപിതൃ പരമ്പരകളിലൂടെ സിറാത്തുൽ മുസ്തഖീമിന്റെ സച്ചരിതമായ വഴികളിൽ സ്ഥിരപ്പെട്ട അള്ളയുണ്ട്. പറയാൻ കഴിയടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഞങ്ങൾക്ക് ഇതൊക്കെ ഓക്കെയാണ്. നിങ്ങൾ വെറുതെ കടപ്പുറത്തേക്ക് മണലേറ്റാണ് ആരാന്റെ ചോറ് തിന്ന് പോകാൻ ഒരു ഏർപ്പാട്. അല്ലാതെ എന്താണ്? എന്നിട്ട് നോക്കിങ്ങള് മൗലവി ഇതൊക്കെ പറഞ്ഞിട്ട് പറയണേ സമസ്തക്കാർക്ക് എന്തെങ്കിലും മുജാഹിദീങ്ങളോട് നിങ്ങൾക്ക് അള്ളാന്റെ കാര്യത്തിൽ ഒരു ഗൗരവല്ലേ എന്ന് ചോദിച്ചേണ്ടി വന്നിക്കണോ? എന്നാ മുജാഹിദീങ്ങൾക്ക് സമസ്തക്കാരോട് ചോദിച്ചേണ്ടി വന്നിക്കണ്. ഇവന്റെ തോലിക്കട്ടി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. കേരളത്തിലെ സമസ്തക്ക് മുജാഹിദുകളോട് നിങ്ങൾ എന്താ അള്ളാനെ മറന്നത് എന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. അള്ളാ ഞങ്ങൾക്ക് മാത്രല്ലാന്ന് ഈ നാട്ടില് മൂക്ക് കീപ്പെട്ട ആൾക്കാർക്കൊക്കെ. ഒരു ക്രിസ്തീയ പുരോഹിതനോട് ഒരു മുജാഹിദ് മൗലവി ചെന്നിട്ട് തർക്കത്തിന് പോയി. ഞാൻ ക്ലിപ്പൊന്നും ഉണ്ടില്ല. അങ്ങനെ ഈ മൗലവി എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ബൈബിളിൽ പഴയ ബൈബിളിൽ ഒരു നിയമമാണ്, പുതിയ ബൈബിളിൽ ഒരു നിയമമാണ്. ആച്ചായൻ ഈ അൽമനാർ മുഴുവൻ എടുത്തു. എന്നിട്ട് ഈ 2010 ഇങ്ങനെയാണ്, 2007 ഇങ്ങനെയാ പഠിച്ചോ, 2009 ഇങ്ങനെയാണ് കാരണം. പിന്നെ അമ്മിക്കുട്ടി വള്ളത്തിൽ പോയ മാതിരി ആവൂലേ? ഇതാണ് അവസ്ഥ സഹോദരന്മാരെ. ഇല്ല, കുഞ്ഞാടുകളോട് ചോദിച്ചത് നീ നമ്മളോട് ചോദിച്ചോക്കണ്ടേ? ചോദിക്കേണ്ടി വരുമോ? ഇങ്ങളോടേ ചോദിക്കേണ്ടി വരുള്ളൂ. ഞങ്ങൾ ചോദിക്കാൻ നിങ്ങളോട് എന്താ നിങ്ങൾ അള്ളാഹ്ക്ക് യാതൊരു വക്കാർത്തും കാണാത്ത? ഞങ്ങൾ അള്ളാഹുവിനെ അതിന്റെ ജലാലത്തിലും അളമത്തിലും വിശ്വസിച്ച ആളുകളാണ്. അതുകൊണ്ട് ബോംബനും മോളിയും പോലെ ഞങ്ങളെ ദൈവത്തെ നിങ്ങൾക്ക് കാണൂല. നിങ്ങളെ ദൈവത്തെ അങ്ങനെയാണ് നിങ്ങൾ 100 കൊല്ലം പരിചയപ്പെടുത്തിയത്. എന്നിട്ട് ഈ ജാതി തോന്നിയാസൊക്കെ പറഞ്ഞിട്ട് വഹാബി പുരോഹിതം വീണ്ടും ആയത്തോതിയിട്ട് പറയാണ് പരലോകത്ത് ചെല്ലുമ്പോഴേ നിങ്ങളെ ശപിക്കൂട്ടോ. ആര്? പുരോഹിതന്മാരെ നിങ്ങൾ ശപിക്കും, നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്നൊക്കെയാണ് മൗലവിന്റെ അടുത്ത ഡയലോഗ്. എല്ലാരും ഖുർആനിൽ ഉദാഹരണം. മുജാഹിദുകൾക്ക് ഒരു സെപ്പറേറ്റ് ഖുർആൻ മുജാഹിദ് സെന്ററിൽ ഇറങ്ങിയിട്ടില്ല. അതെ, ഖുർആൻ ഒന്നാണ്. പക്ഷെ ഖുർആന്റെ പേരിൽ നിങ്ങൾ ഇറക്കണ ചരക്ക് ഡ്യൂപ്ലിക്കേറ്റാ. ഞാൻ പറഞ്ഞു ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവേ ഇരട്ടി ശിക്ഷ കൊടുക്കണേ അല്ലാ. ഖുർആന്റെ 33-ാം അധ്യായം 68-ാമത്തെ വചനം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ബാലുശ്ശേരി പണ്ട് റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പിന് ബർക്കത്തില്ല എന്ന് പ്രസംഗിച്ചിരുന്നപ്പോ അന്ന് സ്റ്റേജ് എട്ടി കൊടുത്ത പോയത്തക്കാര്, അന്ന് ഇയാൾക്ക് തിന്നാൻ കൊടുത്ത പോയത്തക്കാര്, അന്ന് അതിന്റെ പോസ്റ്റർ ഒട്ടിച്ച പോയത്തക്കാരൊക്കെ മുൻകർണക്കിന്റെ അടുത്ത് എത്തി. ഒരു പറയുന്നുണ്ടാവൂലേ പഠിച്ചോൻ ആ പഹയനെ ഇരട്ടി കൊടുക്കണേന്ന് ഉണ്ടാവൂലേ? ഓൻ തന്നെ കാലുമാറി ഇവിടെ ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നാ ചുരുങ്ങിയത് ഓൻ തന്നെ ഓലപ്പം നിൽക്കണ്ടേ ഈ മുട്ടുകൊള്ളാന്? ഓൻ കാലുമാറി മരിച്ചണീന്റെ മുമ്പ്. പക്ഷേ അന്ന് സ്റ്റേജ് കെട്ടിക്കൊടുത്തോലോ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കണങ്കാല് ഉണ്ട് എന്ന് പറഞ്ഞതും ഇല്ല എന്ന് പറഞ്ഞതും ഒരു പരിഭാഷയില്ല. ഒരു പരിഭാഷക്കാർ നിങ്ങളെ ശപിക്കൂലേ പരലോകത്ത് എന്നാല്? ഞങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഒരു ഗതികേട്? ഞങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഒരു ഗതികേട്? എന്നിട്ട് കർച്ചീഫിന്റെ കാര്യമൊക്കെ മുമ്പ് തുടരട്ടെ. ഇവിടെ ഉദ്ധരിച്ചതും അതാണ്. അതുകൊണ്ട് ഒരു 10 രൂപയുടെ കർച്ചീഫ് വാങ്ങുമ്പോൾ പോലും നാം എത്ര ശ്രദ്ധിക്കാറുണ്ട്? അതെ, നല്ലോ ശ്രദ്ധിക്കണം. ഒരു ടവല് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും. പിന്നെ ഖുർആൻ പരിഭാഷ വാങ്ങുമ്പോൾ ആലോചിക്കാതൊക്കെ നല്ലോ ആലോചിക്കണം. ഈ ഖുർആൻ പരിഭാഷയിൽ ഏതാ സാധനം? ചേകന്നൂരോ കാദ്യാനിയോ വഹാബിയോ വഹാബിയിലെ 18,000 ഗ്രൂപ്പോ ഏതാണ് നോക്കാതെ തൊട്ടുപോകരുത് മുസ്ലിമീങ്ങളെ. വിവരമില്ലാത്തവർ ഒരിക്കലും അതിൽ തൊട്ടുപോകരുത്.